ഹലോ ഓൾ, നമ്മൾ കുറച്ച് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ദെൻ ക്വസ്റ്റ്യനിലേക്ക് പോകാം. സമേഷൻ n ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 1 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര 2n മൈനസ് 1 ഡിവൈഡഡ് ബൈ 4 റേസ് ടു n ഇൻറ്റു 2 റേസ് ടു n ഇൻറ്റു n ഫാക്ടോറിയൽ. ഓക്കെ, സോ ഈ സീരീസ് ഇതൊരു സീരീസാണ്. ഈ സീരീസിൻ്റെ കൺവെർജൻസോ ഡൈവർജൻസോ ഒക്കെയാണ് നമുക്ക് അറിയേണ്ടത്. ദെൻ ഇതിൽ നമുക്ക് സമേഷൻ n ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 1 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര അപ് ടു 2n മൈനസ് 1 ഡിവൈഡഡ് ബൈ 4 റേസ് ടു n ഇൻറ്റു 2 പവർ ഇൻറ്റു n ഫാക്ടോറിയൽ. ഇതിനെ നമുക്ക് a-നെ നമുക്ക് 1 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര അപ് ടു 2n മൈനസ് 1 എന്ന് എഴുതി, ഡിവൈഡഡ് ബൈ 4 റേസ് ടു n ഇൻറ്റു 2 പവർ n ഇൻറ്റു n ഫാക്ടോറിയൽ എന്ന് എഴുതി. ഓക്കെ, ദെൻ ഇവിടെ ന്യൂമറേറ്ററിൽ നമുക്ക് 1 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര 2n മൈനസ് 1 ഓഡ് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആണുള്ളത്, ആദ്യത്തെ 2n മൈനസ് 1 വരെയുള്ള. അപ്പോൾ നമ്മളത് ഫുൾ നമ്പേഴ്സ് ആക്കുകയാണ് എന്ന് വെച്ചാൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ഇൻറ്റു 6 ഇൻറ്റു എക്സെട്ര 2n മൈനസ് 1 ഇൻറ്റു 2n വരെ ആക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വരും? 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ഇൻറ്റു 6 ഇൻറ്റു എക്സെട്ര 2n മൈനസ് 1 ഇൻറ്റു 2n മൈനസ് 1 ഇൻറ്റു 2n വരെയാണ് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ എക്സ്ട്രാ മൾട്ടിപ്ലൈ ചെയ്തേ? 2, 4, 6 ഇവയൊക്കെയാണ് മൾട്ടിപ്ലൈ ചെയ്തത് 2n വരെ. അപ്പോൾ അത് നമ്മൾ ഡിനോമിനേറ്ററിൽ അത് ബാലൻസ് ചെയ്യുക. 2, 4, 6, 8 എക്സെട്ര 2n വരെ. ഓക്കെ, ദെൻ മിച്ചമുള്ള 4 റേസ് ടു n 2 പവർ n ഫാക്ടോറിയൽ അതുപോലെ കീപ്പ് ചെയ്യുക. ദെൻ ന്യൂമറേറ്ററിനെ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര അപ് ടു 2n നമുക്ക് എങ്ങനെ എഴുതാം? 2n ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഓക്കെ, ഡിനോമിനേറ്ററിനെ നമുക്ക് ഇതിനകത്തുനിന്ന് എല്ലാം 2 ഔട്ട്സൈഡ് എടുക്കാം. 2ൽ നിന്ന് 2 ഔട്ട്സൈഡ് എടുക്കുമ്പോൾ 2 ഇൻറ്റു 1, 4ൽ നിന്ന് 2 ഔട്ട്സൈഡ് 2 ഇൻറ്റു 2, 6ൽ നിന്ന് എടുക്കുമ്പോൾ 2 ഇൻറ്റു 3, 8ൽ നിന്ന് 2 ഇൻറ്റു 4, 2n നിന്ന് 2 ഇൻറ്റു n. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു 2, രണ്ടാമത്തെ 2, മൂന്നാമത്തെ 2 എക്സെട്ര n-ആമത്തെ 2. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് 2 പവർ n എഴുതി. മിച്ചമുള്ള 1 ഇൻറ്റു 2 ഇൻറ്റു എക്സെട്ര അപ് ടു n എഴുതി. 4 റേസ് ടു n 2 പവർ n n ഫാക്ടോറിയൽ മിച്ചമുള്ളത് ബാക്കി എഴുതി. That is equal to 2n factorial divided by 2 power n n factorial 4 power n 2 power n n factorial. Okay, so അതിനെ നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? 2n factorial divided by 2 power n into 2 power n is 2 power n square അല്ലെങ്കിൽ 2 power n in 2 raised to 2n. 2 raised to n into 2 raised to n is 2 raised to 2n. n factorial into n factorial is n factorial square. 4 raised to n. 4 raised to n can be written as 2 raised to 2n. Okay, 2 is 2 square. Okay, 2 is equal to 2 square. 4 is equal to 2 square. 4 is equal to 2 square. 4 raised to n is 2 square raised to n, 2 raised to 2n. Okay, that's equal to 2n factorial divided by 2 raised to ഈ 2 raised to 2n ഈ 2 raised to 2n കൂടെ ചേർത്ത് 2 raised to 4n ആക്കാം. 2n പ്ലസ് 2n ഇൻറ്റു n ഫാക്ടോറിയൽ സ്ക്വയർ. ഓക്കെ, 2n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 raised to 4n ഇൻറ്റു n ഫാക്ടോറിയൽ സ്ക്വയർ. ഇതാണ് നമ്മുടെ an. ദെൻ an പ്ലസ് 1 ബൈ an കൺസിഡർ ചെയ്യുക. നമുക്ക് ടെസ്റ്റ് ഉണ്ട്. എന്താണ് ടെസ്റ്റ് പറയുന്നത്? ലെറ്റ് an ഈസ് സിഗ്മ n ഈസ് എ സീരീസ് with an positive, an plus 1 by an converges to L, L less than 1 sigma an convergent, L greater than 1 sigma an divergent, L is equal to 1, we cannot say anything. Okay, okay, an plus 1 by an എന്ത് വരും? 2 ഇൻറ്റു n പ്ലസ് 1 ഫാക്ടോറിയൽ. an പ്ലസ് 1 എന്ന് പറഞ്ഞാൽ an-നകത്ത് n ഉള്ളിടത്തൊക്കെ n പ്ലസ് 1 കൊടുക്കുക. 2 റേസ് ടു 4n പ്ലസ് 1 n പ്ലസ് 1 ഫാക്ടോറിയൽ സ്ക്വയർ ഇൻറ്റു 1 ബൈ an എന്ന് വരിക. an പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ഇത്രയും ടൈംസ് ആണ്, ഇത്രയുമാണ്. ദെൻ an എന്ന് 1 ഇൻറ്റു 1 ബൈ an. 1 ബൈ an എന്ന് പറഞ്ഞാൽ എന്ത് വരിക? ഈ സാധനം തിരിഞ്ഞു വരും. ഓക്കെ, 2 റേസ് ടു 4n ഇൻറ്റു n ഫാക്ടോറിയൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2n ഫാക്ടോറിയൽ. ഓക്കെ, ദെൻ
വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ ഉള്ള 2n+1 ഫാക്ടോറിയൽ, അതിനെ നമുക്ക് 2n+2 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഇവിടുത്തെ 2n ഫാക്ടോറിയൽ ഉണ്ട്, അതിവിടെ ചേർത്ത് എഴുതാം. ഇനി ഇവിടെ 2⁴n ഉണ്ട്, ഇവിടെ 2⁴n+1 ഉണ്ട്, അത് തന്നെ നമുക്ക് 2⁴n ഡിവൈഡഡ് ബൈ 2⁴n+4 എന്ന് എഴുതാം. ഓക്കെ, 4n+1 ഈസ് 4n+4 ഇൻറ്റു n ഫാക്ടോറിയൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ താഴത്തെ ഉള്ള n+1 ഫാക്ടോറിയൽ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ദെൻ വിച്ച് ഈസ് ഈക്വൽ ടു (2n+2) ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? 1 × 2 × 3 × എക്സെട്രാ അപ് ടു 2n ഇൻറ്റു 2n+1 ഇൻറ്റു 2n+2 ആണ് അല്ലേ? 1 × 2 × 3 × എക്സെട്രാ അപ് ടു 2n ഇൻറ്റു 2n+1 ഇൻറ്റു 2n+2 വരെയാണ് 2n+2 ഫാക്ടോറിയൽ. അപ്പോൾ താഴെ എന്താ ഉള്ളത്? 2n ഫാക്ടോറിയൽ. അതിനകത്ത് നമുക്ക് 1 × 3 × എക്സെട്രാ 2n വരെ. അപ്പോൾ ഇത്രയും ടൈംസ് ക്യാൻസൽ ആയിപ്പോൾ മിച്ചമുള്ള ഇത് മോളി വരും. 2n+1 ഇൻറ്റു 2n+2 2⁴n. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2⁴n ഇൻറ്റു 2⁴ എന്ന് എഴുതാം അല്ലേ? അപ്പോൾ ഈ 2⁴നും ഈ 2⁴നും നമുക്ക് ക്യാൻസൽ ആയിട്ട് 1/2⁴ മാത്രം വരും. ഇനി ഇവിടെ എന്താണുള്ളത്? n ഫാക്ടോറിയൽ ഇൻറ്റു n ഫാക്ടോറിയൽ എന്ന് പറയാം. ഇതിനെ നമുക്ക് n+1 ഫാക്ടോറിയൽ ഇൻറ്റു n+1 ഫാക്ടോറിയൽ എന്ന് പറയാം. ഈ n ഫാക്ടോറിയൽ n+1 ഫാക്ടോറിയൽ 1/n+1. ഇവിടെ അതേപോലെ n ഫാക്ടോറിയൽ n+1 1/n+, അപ്പോൾ 1/n+1 സ്ക്വയർ. ഓക്കെ, ഈ ടേംസിൽ നിന്ന് എന്ത് ചെയ്യുന്നു? അടുത്തതായിട്ട് നമ്മൾ ഒരു n ഔട്ട്സൈഡ് എടുക്കുന്നു, ഇവിടുന്ന് ഒരു n ഔട്ട്സൈഡ് എടുക്കുന്നു, ഇവിടുന്ന് ഒരു n ഔട്ട്സൈഡ് എടുക്കുന്നു. അപ്പോൾ n സ്ക്വയർ പുറത്ത് വരും. ആദ്യത്തേൽ നിന്ന് n ഔട്ട്സൈഡ് എടുക്കുമ്പോൾ 2 + 1/n, അടുത്തതിൽ നിന്ന് n ഔട്ട്സൈഡ് എടുക്കുമ്പോൾ 2 + 2/n. മിച്ചമുള്ള 1/2⁴ ഇവിടെ ഉണ്ട്. ഇനി ഇവിടെ 1/n+1 സ്ക്വയറിനകത്ത് ഡിനോമിനേറ്ററിൽ നിന്ന് ഒരു n+1-നകത്തുനിന്ന് n പുറത്തെടുക്കുന്നു. അപ്പോൾ പുറത്ത് വരുമ്പം n സ്ക്വയർ ആയിട്ടായിരിക്കും പുറത്ത് വരുന്നത്. n സ്ക്വയർ ഇൻറ്റു 1 + 1/n സ്ക്വയർ. ഈ n സ്ക്വയറും ഈ n സ്ക്വയറും തമ്മിൽ കട്ടായി. മിച്ചം എന്തൊക്കെയാണുള്ളത്? 2 + 1/n ഇൻറ്റു 2 + 1/n ഇൻറ്റു 2 + 2/n ഇൻറ്റു 1/2⁴ ഇൻറ്റു 1/1 + 1/n സ്ക്വയർ. ഇനി ഇതിനകത്ത് n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ എന്താണെന്നാണ് നമുക്ക് നോക്കേണ്ടത് അല്ലേ? ഇതെന്താണ്? an+1/an ആണിത്. an+1/an-നകത്ത് n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പം ഈ ടേംസ് കൺവേർജന്റ് ടു L ആണെന്ന് എടുത്തിട്ട് L<1 L>1ന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. L<1 ആണ് കൺവേർജ് ചെയ്യും സീരീസ്, L>1 ആണെങ്കിൽ സീരീസ് ഡൈവേർജ് ചെയ്യും. ഇപ്പോൾ എത്രയാണ് ആൻസർ? n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പം 2 × 2 + 1/n-നകത്ത് 1/n അങ്ങോട്ട് പോകും, 2ലേക്ക് പോകും. ഈ 2 + 2/n അങ്ങോട്ട് പോകും, 2ലേക്ക് പോകും. ഇവിടെ 1/2⁴ അതുപോലെ തന്നെ നിൽക്കും. ഇവിടെ 1 + 1/n സ്ക്വയർ n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഡിനോമിനേറ്റർ 1/n 0ലേക്ക് പോകും, 1 + 1/n സ്ക്വയർ 1 സ്ക്വയറിലേക്ക് പോകും. സോ 1/1 സ്ക്വയർ 1. ഓക്കെ, ദെൻ 2 × 2 സ്ക്വയർ ബൈ 2⁴ എത്രയാണ് വരിക? 1/2 സ്ക്വയർ. നമുക്ക് 1/2 സ്ക്വയർ 1/4 ആണ്, അത് <1 ആണ്. ഓക്കെ, അപ്പം ഈ an+1/an എങ്ങോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്? an+1/an L-ലേക്ക് കൺവേർട്ട് ചെയ്യും. L<1 ആയതുകൊണ്ട് സിഗ്മ an ഈസ് എ കൺവേർജന്റ് സീരീസ്. ഈസ് എ കൺവേർജന്റ് സീരീസ്. ഓക്കെ, സോ ഈ പ്രോബ്ലം നമുക്ക് ഒന്നുകൂടെ ഒന്ന് വിസിറ്റ് ചെയ്യാം. Summation n is equal to 1 to infinity 1 into 3 into etc. up to 2n-1 divided by 4⁴n into 2⁴n into n factorial ആയിരുന്നു. അപ്പോൾ an-നെ നമ്മൾ 1 into 3 into etc. up to 2n-1 4⁴n 2⁴n n ഫാക്ടോറിയലാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ? അപ്പം ന്യൂമറേറ്റർ എന്ത് വരും? ന്യൂമറേറ്ററിനകത്ത് നമുക്ക് 2 into 4 into 6 into etc. 2n വരെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അതനുസരിച്ച് ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ പിന്നെന്താണുള്ളത്? ദെൻ 4⁴n into 2⁴n into n ഫാക്ടോറിയൽ. ദെൻ മുകളിൽ 2n ഫാക്ടോറിയൽ, താഴെ 2n നമുക്ക് കൊണ്ടുവരാൻ പറ്റും. 2 into 4 into 6 into 8 into etc. 2n-നകത്ത് ഓരോന്നിനകത്തും n ഔട്ട്സൈഡ് 2 ഔട്ട്സൈഡ് എടുത്തു. 2⁴n മിച്ചമുള്ള 1 into 2 into etc. up to n. പിന്നെ 4n വരും 2⁴n n ഫാക്ടോറിയൽ. സോ 2n ഫാക്ടോറിയൽ 2⁴n 1 into 2 into etc. up to n ഫാക്ടോറിയൽ 4n 2n n ഫാക്ടോറിയൽ.
an 2n ഫാക്ടോറിയൽ ബൈ ഇതെല്ലാം കമ്പൈൻ ചെയ്ത് എഴുതി 2^4 into n plus 1 ഫാക്ടോറിയൽ. an plus 1 by an നമ്മൾ കാണുന്നു. അത് നമ്മൾ സോൾവ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്താണ് ലിമിറ്റ് 1/4 എന്ന് കിട്ടും. ലെസ് ദാൻ 1 ആയതുകൊണ്ട് സീരീസ് എന്ത് ചെയ്യും, കൺവേർജ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. summation n is equal to 1 to infinity n raised to n divided by 2 raised to n square. ഓക്കെ, ദെൻ ഇത് നമുക്ക് റൂട്ട് ടെസ്റ്റ് യൂസ് ചെയ്യാം. റൂട്ട് ടെസ്റ്റ് എന്താണ് പറയുന്നത്? an is a series, summation an is a series, modulus of an raised to 1 by n converges to l less than 1 ആണെങ്കിൽ സീരീസ് എന്ത് ചെയ്യും, കൺവേർജ് ചെയ്യും. ഓക്കെ, ഈസ് കൺവർജന്റ്. L greater than 1 as usual divergent. ഓക്കെ, അപ്പോൾ an ഇവിടെ നമുക്ക് n raised to n divided by 2 raised to n square ആണ്. Then modulus of limit n tends to infinity, modulus of an raised to 1 by n എന്ത് വരും? ലിമിറ്റ് n tends to infinity n raised to n 2 power n 2 raised to n square whole raised to 1 by n. So limit n tends to infinity n raised to n whole raised to 1 by n എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? n ആണ്. ഡിവൈഡഡ് ബൈ 2 raised to n square in 2 raised to n വരും. So limit n tends to infinity 2 raised to n divided by n divided by okay. So limit n tends to infinity n by 2 power n. അപ്പോൾ n by 2 power n എങ്ങോട്ട് കൺവേർജ് ചെയ്യുമെന്നാണ് നമുക്കറിയേണ്ടത് അല്ലേ? ഓക്കെ, സോ n by 2 power n എങ്ങോട്ടാണ് കൺവേർജ് ചെയ്യുന്നത് അറിയാൻ നമ്മൾ വേറൊരു രീതിയിലുള്ള ഒരു അപ്രോച്ച് നമുക്ക് നോക്കാം. അതായത് നമ്മൾ ഇവിടെ n-ന്റെ പകരം നമ്മൾ x കൊടുക്കുകയാണ്. സോ ലിമിറ്റ് x ടെൻസ് ടു ഇൻഫിനിറ്റി x ഡിവൈഡഡ് ബൈ 2 raised to x. ഓക്കെ, ലിമിറ്റ് x ടെൻസ് ടു ഇൻഫിനിറ്റി x by 2 power x. അപ്പം സപ്പോസ് ഈ n-ന് x കൊടുത്തിട്ട് ലിമിറ്റ് x ടെൻസ് ടു ഇൻഫിനിറ്റി x by 2 power x എക്സിസ്റ്റ് ചെയ്യുകയാണെന്ന് കരുതുക. സം l ആണെന്ന് വിചാരിക്കുക, എക്സിസ്റ്റ് ഈസ് ഈക്വൽ ടു l ആണെന്ന് വിചാരിക്കുക. ദെൻ നമുക്ക് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n by 2 raised to n എന്ന് പറയുന്നത് l തന്നെയാണെന്ന് പറയാം. ഓക്കെ ഓക്കെ, ലിമിറ്റ് x ടെൻസ് ടു ഇൻഫിനിറ്റി x by 2 power x എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n by 2 power n എന്ത് തന്നെയാണെന്ന് പറയാം, l തന്നെ ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ആ ഒരു അപ്രോച്ച് നമുക്ക് നോക്കാം. സോ വാട്ട് അബൌട്ട് ലിമിറ്റ് x ടെൻസ് ടു ഇൻഫിനിറ്റി x by 2 power x? സോ നമ്മൾ രണ്ടിടത്ത് ഇൻഫിനിറ്റി കൊടുക്കുമ്പം ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം ആണ്. നമുക്ക് എന്താ അപ്ലൈ ചെയ്യാം? എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാം. എൽ ഹോസ്പിറ്റൽസ് റൂൾ എന്താ പറയുക? രണ്ട് ഫംഗ്ഷൻ ഇതേപോലെ ലിമിറ്റ് x ടെൻസ് ടു ഇൻഫിനിറ്റി സം f(x) ബൈ g(x) ഉണ്ടെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റിയോ ഡയറക്റ്റ് കൊടുക്കുമ്പോൾ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റിയോ അല്ലെങ്കിൽ 0 by 0 ഫോം ആണെങ്കിൽ നമുക്ക് എന്തെടുക്കാം? ഡയറക്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ലിമിറ്റ് കണ്ടുപിടിക്കാം. നമ്മളത് ഫസ്റ്റ് സെമ്മിൽ പഠിക്കുന്നുണ്ട്. ലിമിറ്റ് x ടെൻസ് ടു ഇൻഫിനിറ്റി, ഇവിടെ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം ആണ് വരിക. സോ ലിമിറ്റ് x ടെൻസ് ടു ഇൻഫിനിറ്റി ന്യൂമറേറ്ററിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സോ 1 വരും. ഡിനോമിനേറ്ററിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. 2 power x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വരും 2 power x log 2. ഓക്കെ, 2 power x log 2. ഇനി x ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ ഇതെങ്ങോട്ടാണ് പോകുന്നത്? 1 by ഇൻഫിനിറ്റി 2 power x ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ ഇത് ഇൻഫിനിറ്റിയിലേക്ക്, ഡിനോമിനേറ്റർ ഇൻഫിനിറ്റിയിലേക്ക് പോവുക. മൊത്തം സംഭവം അപ്പോൾ എങ്ങോട്ട് പോകും? 0യിലേക്ക് പോകും. അപ്പം ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ലിമിറ്റ് x ടെൻസ് ടു ഇൻഫിനിറ്റി x by 2 power x എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n by 2 power n 0 തന്നെയായിരിക്കും. അപ്പോൾ നമ്മുടെ ടെസ്റ്റിൽ ഇത് ലെസ് ദാൻ 1 ആയതുകൊണ്ട് സമ്മേഷൻ n എന്ത് എങ്ങോട്ട് കൺവേർജ്? അതായത് ലിമിറ്റ് മോഡ് n റേസ് ടു 1 by n അത് കൺവേർജ് ചെയ്യുന്ന വാല്യൂ 0 ആണ്. അത് ലെസ് ദാൻ 1 ആണെങ്കിൽ സീരീസ് എങ്ങോട്ട് കൺവേർജ് ചെയ്യും? സിഗ്മ n കൺവേർജസ്, സിഗ്മ n ഈസ് കൺവേർജന്റ്, ഈസ് കൺവേർജന്റ്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. Summation I is equal to 1 to infinity 6 by 7 plus 7i. ഓക്കെ, സോ ഇത് കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ നമുക്ക് അറിയേണ്ടത്. സോ സമ്മേഷൻ I is equal to 1 to infinity 6 by 7 plus 7i നമുക്ക് എങ്ങനെ എഴുതാം? ന്യൂമറേറ്ററിൽ നിന്ന് ഒരു 6 എടുക്കാം, ഡിനോമിനേറ്ററിൽ നിന്ന് ഒരു 7 ഔട്ട് സൈഡ് എടുക്കാം.
summation I is equal to 1 to infinity 1 by 1 plus I എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, summation I is equal to 1 to infinity 1 by 1 plus I. സോ എന്താണ് summation I is equal to 1 to infinity 1 by 1 plus യെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത്? നമുക്ക് I എന്ന് പറയുന്നത് 1 by 1 plus I എടുക്കാം. I എന്ന് പറയുന്നത് നമുക്ക് 1 by I എടുക്കാം. സോ ഇതൊരു ടെസ്റ്റ് ആണ്. Then അങ്ങനെ സപ്പോസ് AI and BI നോൺ നെഗറ്റീവ് സീക്വൻസ് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഈ ടെസ്റ്റ് കണ്ടതാണ്. ഇനി ലിമിറ്റ് I ടെൻസ് ടു ഇൻഫിനിറ്റി AI ബൈ BI ഇതിനെ നമ്മൾ C എന്ന് വിളിക്കുകയാണെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് I ടെൻസ് ടു ഇൻഫിനിറ്റി 1 by 1 plus I ഇൻറ്റു 1 by 1 by I അല്ലെങ്കിൽ I ഡിവൈഡഡ് ബൈ 1 plus I. ഓക്കെ, I ഡിവൈഡഡ് ബൈ 1 plus I. സോ I രണ്ടിടത്തു നിന്നും പുറത്തെടുത്താൽ I ടെൻസ് ടു ഇൻഫിനിറ്റി I ഡിവൈഡഡ് ബൈ 1 by I ഇൻറ്റു 1 plus 1 by I. സോ ഐയും ഐയും ക്യാൻസൽ ആയി പോയിട്ട് 1 by 1 plus I ഗോയിങ് ടു എത്ര വരിക? 1 ആണ് വരിക. ഇതൊരു ഫൈനൈറ്റ് വാല്യൂ ആണെങ്കിൽ, ഓക്കെ, പോസിറ്റീവ് ഫൈനൈറ്റ് വാല്യൂ. ഓക്കെ, സോ ഈ C എന്ന് പറയുന്നത് എത്രയാണ്? അപ്പോൾ 1 ആണ് വരിക. ഒരു പോസിറ്റീവ് ഫൈനൈറ്റ് വാല്യൂ ആണ്. ഫൈനൈറ്റ് വാല്യൂ. ദെൻ sigma AI and sigma BI are behaves alike. രണ്ടിന് പേരുടെയും സ്വഭാവം ഒരുപോലെ ആയിരിക്കും. ഒന്ന് കൺവേർജ് ചെയ്താൽ മറ്റേത് കൺവേർജ് ചെയ്യും, ഒന്ന് ഡൈവേർജ് ചെയ്താൽ മറ്റേത് ഡൈവേർജ് ചെയ്യും. ഇനി നമുക്കറിയാം സമ്മേഷൻ BI എത്രയാണ്? സമ്മേഷൻ 1 by I ആണ്. അത് ഡൈവേർജൻ്റ് ആണ്. കാരണം എന്താണ്? ഇത് P സീരീസ് ആണ് വിത്ത് P is equal to 1. P സീരീസ് വിത്ത് P is equal to 1. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഡൈവേർജൻ്റ് ആണ്. നമ്മൾ ടെസ്റ്റ് വെച്ചിട്ട് പറഞ്ഞു AIയും BIയും രണ്ട് സീരീസ് ആണ്. അതിനകത്ത് AI ബൈ BIയുടെ റേഷ്യോ ഒരു ഫൈനൈറ്റ് പോസിറ്റീവ് വാല്യൂവിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ലിമിറ്റ് എങ്കിൽ രണ്ടുപേരുടെയും സ്വഭാവം ഒന്നായിരിക്കും. ദെൻ സമ്മേഷൻ, അതുകൊണ്ട് സമ്മേഷൻ BI ഡൈവേർജൻ്റ് ആയതുകൊണ്ട് സമ്മേഷൻ AIയും ഡൈവേർജൻ്റ് ആയിരിക്കും. ഓൾസോ ഡൈവേർജൻ്റ്. സോ ഈ ടെസ്റ്റിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇത് കണ്ടതാണ്, ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്. ഓക്കെ, ഫൈൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Find the area of the surface generated by revolving the graph of the function y is equal to square root x 4x minus 3 divided by 6 in the interval 1 less than or equal to x less than or equal to 9 about x axis. Okay. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ ഒരു കർവിനെ നമ്മൾ എക്സ് ആക്സിൽ വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഒബ്ജക്റ്റ് കിട്ടും. അതിൻ്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. എക്സ് ആക്സിസ് വൈ ആക്സിസ്. ഓക്കെ, സപ്പോസ് എക്സ് ആക്സിസ് വൈ ആക്സിസ്. ദെൻ ഇങ്ങനെയാണ് നമ്മുടെ കർവെങ്കിൽ ഇതിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിൽ റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും? ഇങ്ങനൊരു, ഇപ്പോൾ സപ്പോസ് ഇതാണ് കർവെങ്കിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനൊരു എന്താണ് പറയുക, ഒരു ഒബ്ജക്റ്റ് കിട്ടും. ഓക്കെ, ഒബ്ജക്റ്റ് കിട്ടും. ഇതിനൊരു സർഫസ് ഏരിയ ഉണ്ടാവും. ഈ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്കറിയാം ഇത് നമ്മളുടെ ഈ കർവ്, മുകളിലത്തെ ഈ ഒരു കർവ് y ഈക്വൽ ടു സം ഇൻ്റർവെല്ലിലായിരിക്കും ഡിഫൈൻ ചെയ്യുന്നത്. സം AB ഇൻ്റർവെല്ലിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. y ഈസ് ഈക്വൽ ടു f of x ആണ് ഈ കർവെങ്കിൽ. ഓക്കെ, y ഈക്വൽ ടു f of x ആണ് ഈ കർവെങ്കിൽ ഇൻ്റഗ്രൽ എന്താണ് ലെങ്തിൻ്റെ ഫോർമുല?
അല്ലെങ്കിൽ സോറി സർഫസ് ഏരിയയുടെ ഫോർമുല S ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ A to B 2π ഇൻറ്റു y ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് dy/dx ദ ഹോൾ സ്ക്വയർ dx. ഓക്കെ, സോ ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. അപ്പോൾ നമുക്ക് y തന്നിട്ടുണ്ട്, അതിൻ്റെ dy/dx ഇവാലുവേറ്റ് ചെയ്യുക, എന്നിട്ട് ഈ ഫോർമുലയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, ദെൻ എഫ് എന്താണ്? എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ y എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു 4x മൈനസ് 3 ഡിവൈഡഡ് ബൈ 6 ആണ്. ദെൻ എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് എന്ത് വരും? 1/6 ഇൻറ്റു റൂട്ട് എക്സ് പ്ലസ് റൂട്ട് എക്സ് ഇൻറ്റു 4x മൈനസ് 3 ഡെറിവേറ്റീവ് 4 പ്ലസ് 4x മൈനസ് 3 ഇൻറ്റു 1/2 റൂട്ട് എക്സ്. ഓക്കെ, ദെൻ 1/6 ഇൻറ്റു 2 റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എത്ര വരും? 2x വരും. ഇവിടെ 4 ഉള്ളതുകൊണ്ട് 8x പ്ലസ് 4x മൈനസ് 3 ഡിവൈഡ് ബൈ 2 റൂട്ട് എക്സ്. ദാറ്റ്സ് ഈക്വൽ ടു 1/6 ഇൻറ്റു 12x മൈനസ് 3 ഡിവൈഡ് ബൈ 2 റൂട്ട് എക്സ്. ഇതാണ് dy/dx അല്ലെങ്കിൽ എഫ് ഡാഷ്. ഓക്കെ, സോ ദിസ് അവർ dy/dx. ദെൻ നമുക്ക് എന്താ വേണ്ടത്? 1 പ്ലസ് dy/dx സ്ക്വയർ വേണം, എന്നിട്ട് അതിൻ്റെ റൂട്ട് എടുക്കണം. അപ്പം 1 പ്ലസ് dy/dx സ്ക്വയർ എത്ര വരുമെന്ന് നോക്കാം. 1 പ്ലസ് ഇവിടെ ഒരു 6 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, അപ്പോൾ 1/12 ഉണ്ട്. 1/12ൻ്റെ സ്ക്വയർ എത്രയാണ്? 1/44 ഇൻറ്റു ഇവിടെ 2 റൂട്ട് എക്സ് ഉണ്ട്, സോറി ഇവിടെ റൂട്ട് എക്സ് വീണ്ടും ഉണ്ട്, അപ്പോൾ 1/x ഇവിടെ ഉണ്ട്. ദെൻ 12x മൈനസ് 3യുടെ സ്ക്വയർ, സോ 144x മൈനസ് 2 ഇൻറ്റു 12 ഇൻറ്റു 3. 2 ഇൻറ്റു 12 ഇൻറ്റു 3 എത്ര വരും? സോ നമുക്ക് വേണമെങ്കിൽ ഇത്തിരി കൂടെ സിംപ്ലിഫൈ ചെയ്യാം, എന്നിട്ട് നമുക്ക് സ്ക്വയർ എടുക്കാം. സോ എനിവേ ഇവിടെ ഒരു 12ഉം 3ഉം ഉണ്ട്, അപ്പോൾ നമുക്ക് എത്ര ഔട്ട് സൈഡ് എടുക്കാം? 3 ഔട്ട് സൈഡ് എടുക്കാം. ഒന്നുകൂടെ റീറൈറ്റ് ചെയ്യാം. 1, so dy/dx is 1/6 into 12x minus 3 divided by 2 root x. Okay, then what is we want dy/dx square. dy/dx square is 1/12. Then again, so dy/dx ne onnodu rewrite cheyam. dy/dx again 1/12 into 3 into x minus 4x minus 1 divided by root x. ഓക്കെ അല്ലേ? കാരണം ന്യൂമറേറ്റർ ആയ 12x മൈനസ് 3 ഒരു 3 ഔട്ട് സൈഡ് എടുത്തു. ദെൻ ഇവിടെ നമുക്ക് 3ഉം 12ഉം കൂടെ 1/4 റൂട്ട് എക്സ് 4x മൈനസ് 1. ഓക്കെ, സോ നമുക്ക് വേണ്ടുന്നത് എന്താണ്? 1 പ്ലസ് dy/dx ഹോൾ സ്ക്വയർ ആണ്. സോ 1 പ്ലസ് dy/dx ഹോൾ സ്ക്വയർ 1 പ്ലസ് 1/16x 4x minus 1 square. Okay, 4x minus 1 square. ഇവിടെ തന്നെ എഴുതാം 4x minus 1 square. That's equal to 1 plus 1/16x 144x minus 8x plus 1. Okay. Sorry, 144 അല്ല, 16x. Okay, then 16x square. So this is 16x plus 16x square minus 8x plus 1 divided by 16x. Okay, so that's equal to 16x square plus 8x plus 1 divided by 16x. That is 4x plus 1 the whole square divided by 16x. ഇതാണ് 1 plus dy/dx whole square. സോ നമുക്ക് വേണ്ടുന്ന ഫോർമുല ഒന്നുകൂടെ റീറൈറ്റ് ചെയ്യാം. ഇവിടെ s is equal to integral a to b 2π y root of 1 plus dy/dx whole square dx.
S is equal to integral a to b 2 pi fx square root of 1 plus f dash x square or dy by dx square. Okay, a to b 2 pi dy by dx, sorry 2 pi y root of 1 plus dy by dx square. Okay, so 1 plus dy by dx square already നമ്മൾ evaluate ചെയ്ത് വെച്ചിട്ടുണ്ട്. What is 1 plus dy by dx square? This is 1 plus dy by dx square. Okay, therefore s is equal to integral. So നമ്മുടെ interval എവിടെയാണ്? In the interval 1 to 9 ആണ്. 1 to 9 2 pi. So y ആരാണ്? root x into y is equal to നമ്മുടെ ഫംഗ്ഷൻ root x 4x minus 3 divided by 6 root x into 4x minus 3 divided by 6 into നമ്മളുടെ dy by dx the root of 1 plus dy by dx square, so square root of 1 plus 4x plus 1 square divided by 16x. Sorry, 1 plus dy by അത് സോൾവ് ചെയ്താണല്ലേ അത്. ഓക്കെ, 4x plus 1 the whole square divided by 16x. Okay, so that's equal to 1 to 9 2 pi root x 4x minus 3 divided by 6 into 4x plus 1 divided by 4 root x dx. Okay, root x cancel ആക്കാം. Then ഇവിടെ 2 6 cancel ആക്കാം. Pi constant outside, pi by 3 integral 1 to 9 4x minus 3 divided into 4x plus 1 dx. That's equal to pi by 3. Yeah, 16x square plus 4x minus 12x minus 3 dx. Sorry, minus 3 1 to 9. Sorry, integrate ചെയ്യണം 1 to 9 dx. Sorry, pi by, that's equal to pi by 3. ഇത് എത്ര വരും? integral 1 to 9 16x square minus 8x minus 3 dx. pi by 3 integral integrate ചെയ്യുമ്പോൾ 16 by 3x cube minus 8 by 4x square minus 3x 1 to 9. Pi by 3 16 by 3 9 cube, so 27 into 9, sorry 9 into 9 into 9 729 minus 8 by 4 is 2x square 81 minus 27 minus 16 by 3 minus 2 minus 3. സോ ഇത് നമുക്ക് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്ത ആൻസർ ജസ്റ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, സോ ഇതിൻ്റെ ഫൈനൽ ആൻസർ പറയാം. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ആൻസറാണ് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. summation n is equal to 1 to infinity cos n by n square. So ഇവിടെ നമുക്ക് കമ്പാരിസൺ ടെസ്റ്റ് അപ്ലൈ ചെയ്യാം. Now modulus of an comparison test means modulus of bn or 0 less than or equal to നമുക്ക് ഇങ്ങനെ എഴുതാം 0 less than or equal to an less than or equal to bn sigma an divergent implies sigma bn divergent, sigma bn convergent implies sigma an convergent. Now consider modulus of cos n by n square. ഇതാണ് നമ്മളുടെ എന്താണ് പറയുക an ആയിട്ട് എടുക്കേണ്ടത്. നമുക്കറിയാം മോഡ് കോസ് എൻ ബൈ എൻ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ എൻ സ്ക്വയർ ആയിരിക്കും. കാരണം കോസ് എക്സിൻ്റെ വാല്യൂ -1നും 1നും ഇടയ്ക്കാണ്. അപ്പം മോഡ് കോസ് എക്സിൻ്റെ വാല്യൂ എപ്പോഴും 1ന് താഴെയായിരിക്കും. അപ്പം ഇൻ പർട്ടിക്കുലർ മോഡ് കോസ് എന്നിൻ്റെ വാല്യൂ 1ന് താഴെയായിരിക്കും. ഇപ്പം ന്യൂമറേറ്ററിലുള്ള മോഡ് കോസ് എന്നിന് പകരം
ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് എഴുതാം. ലെസ് ബൈ 1/n സ്ക്വയർ. നൗ അപ്പോൾ ഇതാണ് നമ്മുടെ ബി എൻ. ഓക്കെ, സോ an is equal to an less than or equal to 1/n square equal to bn. Now what about summation bn? Summation bn is equal to summation 1/n square is a convergent series by the comparison test, by the p test. Therefore by comparison test, അതായത് വലിയ ഇവിടെ എന്താണ് പറയുന്നത്, എ എൻ ലെസ് ദാൻ ഈക്വൽ ടു ബി എൻ ആണെങ്കിൽ വലിയ സീരീസ് ബി എൻ ഡൈവർജന്റ് ആണെങ്കിൽ ചെറിയ ബി എൻ ഡൈവർജന്റ് ആണെങ്കിൽ സോറി എ എൻ എന്താണ് ഇവിടെ എ എൻ ഡൈവർജന്റ് ആണെങ്കിൽ ബി എൻ ഡൈവർജന്റ് ആയിരിക്കും. ബി എൻ കൺവർജന്റ് ആണെങ്കിൽ ചെറിയ സീരീസ് കൺവർജന്റ് ആണെങ്കിൽ വലിയ സീരീസ് കൺവർജന്റ് ആണെങ്കിൽ ചെറിയ സീരീസ് കൺവർജന്റ് ആയിരിക്കും. ഓക്കെ, അതായത് ചെറിയ സീരീസ് ഡൈവർജന്റ് ആണ്, വലിയ സീരീസ് ഡൈവർജന്റ് ആയിരിക്കും. വലിയ സീരീസ് കൺവർജന്റ് ആണെങ്കിൽ ചെറിയ സീരീസ് കൺവർജന്റ് ആയിരിക്കും. ഇവിടെ എന്താണ് പറയുക, വലിയ സീരീസ് കൺവർജന്റ് ആണ്, അതുകൊണ്ട് ചെറിയ സീരീസും കൺവർജന്റ് ആയിരിക്കും. സിഗ്മ എ എൻ കൺവർജന്റ്. ബട്ട് സിഗ്മ എൻ ആരാണ്? സിഗ്മ മോഡ് കോസൻ ബൈ എൻ സ്ക്വയർ, ദാറ്റ് ഈസ് സമ്മേഷൻ മോഡ് കോസൻ ബൈ എൻ സ്ക്വയർ ഈസ് കൺവർജന്റ്. എന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാം, സമ്മേഷൻ കോസൻ ബൈ എൻ സ്ക്വയർ അബ്സല്യൂട്ട്ലി കൺവർജന്റ്. അബ്സല്യൂട്ട്ലി കൺവർജന്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഒരു സീരീസിന്റെ മോഡുലസ് സീരീസ് സമ്മേഷൻ മോഡ് എൻ കൺവർജന്റ് ആണെങ്കിൽ വി സേ ദാറ്റ് വാട്ട്, സമ്മേഷൻ മോഡ് എൻ കൺവർജന്റ്, വി സേ ദാറ്റ് സമ്മേഷൻ എ എൻ കൺവർജന്റ്. മോഡ് എൻ കൺവർജന്റ് ആണെങ്കിൽ നമ്മൾ പറയും അബ്സല്യൂട്ട്ലി കൺവർജന്റ്. പിന്നെ നമുക്കുള്ള റിസൾട്ട് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മേഷൻ മോഡ് എൻ കൺവർജന്റ് ആണെങ്കിൽ സാധാ സീരീസും കൺവർജന്റ് ആയിരിക്കും. അപ്പോൾ അതല്ലെങ്കിൽ ഒരു സീരീസ് അബ്സല്യൂട്ട്ലി കൺവർജന്റ് ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് സീരീസ് കൺവർജന്റ് ആയിരിക്കും. അപ്പോൾ സമ്മേഷൻ കോസ് എൻ ബൈ എൻ സ്ക്വയർ അബ്സല്യൂട്ട്ലി കൺവർജന്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ബൈ റിസൾട്ട് ഇംപ്ലൈസ് ഓർ ബൈ തിയറം സമ്മേഷൻ കോസ് എൻ ബൈ എൻ സ്ക്വയർ ഈസ് കൺവർജന്റ്. ഓക്കെ, സോ ഒരു സിമിലർ പ്രോബ്ലം കൂടെ നമുക്ക് ചെയ്യാം. സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി സൈൻ n ബൈ n റേസ് ടു 3/2. സോ ഇതിന്റെ കൺവർജൻസ് ഡൈവർജൻസ് സെയിം സാധനം അപ്ലൈ ചെയ്യുക. മോഡ് സൈൻ n ബൈ n റേസ് ടു 3/2 അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, മോഡ് n റേസ് ടു 3/2. കാരണം എന്താണ്, മോഡ് സൈൻ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. നൗ ഇതൊരു പി സീരീസ് ആണ്. This is a P series with P equal to 3/2. 3/2 എന്ന് പറയുമ്പോൾ എത്ര, 1.5 ആണ്, അത് ഗ്രേറ്റർ ദാൻ 1 ആണ്. Therefore summation 1/n raised to 3/2 കൺവർജന്റ് ആണ്. അതുകൊണ്ട് ലോവർ സീരീസ് ആയ സമ്മേഷൻ സൈൻ n ബൈ n raised to 3/2 കൺവർജന്റ് ആയിരിക്കും. തൊട്ട് മുമ്പ് പറഞ്ഞ റിസൾട്ട് പ്രകാരം സീരീസിന്റെ മോഡുലസ് സീരീസ് കൺവർജ് ചെയ്യുന്നതുകൊണ്ട് അതിന്റെ കറസ്പോണ്ടിങ് സീരീസ് എന്തായിരിക്കും, കൺവർജന്റ് ആയിരിക്കും. ഓക്കെ, so summation sin n by n raised to 3/2 is a convergent series. Okay, thank you.